നമസ്കാരം. രാഹുലിന് അത് സാധിക്കും. ചരിത്രം തിരിച്ചു പിടിക്കാനാകും രാഹുലിനെ കൊണ്ട്. പറയാൻ കാരണമുണ്ട്. നേരത്തെ BJPയുടെ നേതൃത്വങ്ങൾ പപ്പു എന്നും വിദേശിയുടെ മകനാണെന്നും പറഞ്ഞ് പലവട്ടം പല രീതിയിൽ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തിട്ടും ഉയർന്നു വന്നത് അത് നേടാൻ തന്നെയാണ്. അതെ, 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ആ ചരിത്ര ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുമ്പോൾ ഓരോ ഭാരതീയനും പ്രതീക്ഷയിലാണ്. പഴയ ആ ചരിത്രത്തിലെ മതേതര ഇന്ത്യ എന്ന ആ വലിയ സ്വപ്നത്തെ രാഹുലിലൂടെ യാഥാർത്ഥ്യമാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുടെ കാത്തിരിപ്പിലാണ് ഇന്ത്യയിലെ ഒട്ടനവധി മതേതരത്വ വിശ്വാസികൾ. ആ കാത്തിരിപ്പിന് ബലമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് ഏവരും ഉറ്റുനോക്കുമ്പോൾ പോലും ഉത്തർപ്രദേശിനെ എടുത്തു പറയുന്നത് ഉത്തർപ്രദേശ് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ, തിരഞ്ഞെടുപ്പിലെ സീറ്റുകൾ എന്തുകൊണ്ടും ബലം തന്നെയാണ്. അതിലേക്ക് ഉറ്റുനോക്കി തന്നെയാണ് ഇപ്രാവശ്യം കോൺഗ്രസ് ഇറങ്ങിയിട്ടുള്ളത്. അതിനുവേണ്ടി SPയെയും BSPയെയും കൂട്ടുകൂട്ടാൻ ശ്രമിച്ചു. അവർ നിന്നില്ല. അവർ രണ്ടുപേരും ഒറ്റക്ക് നിന്ന്, അതായത് രണ്ടുപേരും ഒരു സഖ്യമായി മാറി ഒറ്റക്ക് മത്സരിക്കാനുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ രാഹുലിനെ വേട്ടയാടുന്നത് BJPക്ക് പുറമെ SPയും BSPയും തന്നെയാണ്. എന്നിട്ട് പോലും ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ 25ഓളം സീറ്റുകളിൽ ഒറ്റക്ക് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുമ്പോൾ അതിന് പിന്നിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് BJPയുടെ അടിത്തറക്ക് ഏറ്റവും വലിയ ആഘാതം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് UPയിലെ തിരഞ്ഞെടുപ്പിൽ തന്നെ തിരിച്ചടി കൊടുക്കേണ്ടതുണ്ട്. ആ തിരിച്ചടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ വ്യക്തമായിട്ടുള്ള സീറ്റുകൾ കോൺഗ്രസിന് ലഭ്യമാകണം. SPയും BSPയും BJPയും ഇരു സൈഡുകളിൽ നിന്ന്, ഇരുവശത്തു നിന്ന് കോൺഗ്രസിനെ വേട്ടയാടി നിൽക്കുമ്പോൾ പോലും മതേതര ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഉത്തർപ്രദേശിലേക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ലക്ഷ്യം മുസ്ലിം വോട്ടുകൾ തന്നെയാണ്. ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തി ഉത്തർപ്രദേശിൽ സീറ്റ് പിടിക്കുക തന്നെ. അതിനുവേണ്ടി പഴയ ടീമിനെ, അതായത് പഴയ സംഘങ്ങളെ വീണ്ടും മുന്നോട്ട് നയിപ്പിച്ച് അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഉത്തർപ്രദേശിൽ ബൂത്ത് തല പ്രവർത്തനങ്ങളൊക്കെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെക്കുക. അതായത് ഏത് രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെ അനുയോജ്യമാകുമോ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും കോൺഗ്രസ് ഉത്തർപ്രദേശിൽ നിയോഗിക്കുക. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസം രാഹുലിനുണ്ടാകുമ്പോൾ ഉത്തർപ്രദേശ് തന്നെയായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിധി പറയുക. അതൊരു 70% ഉത്തർപ്രദേശിലേക്ക് നോക്കുമ്പോൾ രാഹുൽ ഉത്തർപ്രദേശിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പിടിക്കാൻ രാഹുലിനാകും, ഇന്ത്യ ഭരിക്കാൻ രാഹുലിനാകും. മതേതരത്വ ഇന്ത്യയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്കാവും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.